വാർത്തകൾ തുടരുന്നു. എടത്തിരുത്തി ഉപ്പുംതുരുത്തി കടവിൽ കടത്ത് നിലച്ച് നാട്ടുകാർ ദുരിതത്തിലായി. എടത്തിരുത്തി കാട്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കടത്ത് മാർച്ച് അവസാനത്തോടെയാണ് നിലച്ചത്. കനോലി കനാലിനു ഇരുകരയിൽ താമസിക്കുന്ന ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്ന ഏക കടത്താണിത്. കടത്തുവഞ്ചിക്കായി പഞ്ചായത്ത് അനുവദിക്കുന്ന തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കടത്തുകാരൻ സർവീസ് നിർത്തിവച്ചിരിക്കുന്നത്. നിലവിൽ പ്രതിമാസം ഇയാൾക്ക് 5000 രൂപയാണ് എടത്തിരുത്തി പഞ്ചായത്ത് നൽകുന്നത്. ഇത് കൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് സർവീസ് നിർത്തിയത്. 2 വർഷം മുൻപാണ് 5000 രൂപയാക്കി ഇയാളുടെ അലവൻസ് വർദ്ധിപ്പിച്ചത്. അന്ന് 3 വർഷത്തെ കരാർ ഉണ്ടായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം AK ജമാൽ പറയുന്നു. എന്നാൽ കരാറിനെ കുറിച്ച് അറിയില്ലെന്ന് കടത്തുകാരൻ പറയുന്നു. കയ്പമംഗലം കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിൽ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശ്രീജിത്ത് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാന്തി വന്ന് അതുകൊണ്ട് നിവേദ്യം പറയുന്നതാണ്. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി പ്രഭാഷണം നടത്തി. നമ്മളെ ഈശ്വരന് സർവശക്തിയുണ്ട്. എല്ലാ സർവശക്തി പോയാൽ എന്തും ചെയ്യാനുള്ള ശക്തിയാണ്, രൂപത്തിൽ വരാനുള്ള ശക്തിയുണ്ട്. അപ്പൊ നമ്മളെ വിശ്വസിക്കുന്നു, നമ്മളെ ഈശ്വരൻ രൂപത്തിൽ നമുക്ക് അനുഭവങ്ങളുണ്ട്, കാരണവന്മാർക്ക് അനുഭവങ്ങളുണ്ട്, നമുക്ക് അനുഭവങ്ങളുണ്ട്. അപ്പൊ നമ്മളെ ഈശ്വരൻ രൂപമില്ലാത്ത ഈശ്വരൻ മാത്രമല്ല. ഭൂമിയിലെ പല ഭാഗങ്ങളിലും പല ആൾക്കാർക്കും പല മതങ്ങളിലും അങ്ങനെ നമ്മുടെ ഈശ്വരൻ ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അത് പറയും ഈശ്വരൻ ഈശ്വരൻ ഏകനാണ്. നമുക്ക് ഈശ്വരൻ ഏകൻ മാത്രമല്ല, ഈശ്വരൻ എന്താണെന്ന് ആർക്കറിയുള്ളൂ? ഈശ്വരൻ ഏകനും. നമ്മളെ ഈശ്വരൻ ഏകനുമാണ്, ബഹുവുമാണ്. ഈശ്വരൻ കുറെ ആയിട്ട് നിൽക്കാനും കഴിയും, ഏകനായിട്ട് നിൽക്കാനും കഴിയും. ക്ഷേത്രം പ്രസിഡന്റ് KK ശേഖരൻ, സെക്രട്ടറി PV പ്രതാപൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി സ്ത്രീകൾ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനുള്ള ധനസഹായം വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആളുകളായെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നടക്കാനും ജീവിക്കാനൊക്കെ സാധിക്കൂ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്തു വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ പണം വെച്ചുകൊണ്ട് അത് ആ സമയത്തിനുള്ളിൽ അത് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ പണം മുഴുവൻ ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് ആർജവം കാണിക്കുന്ന ഒരു പഞ്ചായത്താണ് ശ്രീ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതിന് ഒരു പരിപാടിയിൽ പോഷകാഹാര കിറ്റ് വിതരണം ചെയ്യുന്നതിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. ആ മേഖല തന്നെയല്ല, എല്ലാ ആളുകൾക്കും ക്ഷേമകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷനായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, PM അബ്ദുൾ ജബ്ബാർ, ICDS സൂപ്പർവൈസർ K രതി എന്നിവർ സംസാരിച്ചു. വീട് നിർമ്മാണത്തിനായി 1.25 ലക്ഷം രൂപ വീതവും അറ്റകുറ്റപ്പണിക്കായി 25,000 രൂപ വീതവുമാണ് നൽകിയത്. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്രയുടെ ഭാഗമായി കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം സ്വാഗത സംഘം രൂപീകരിച്ചു. DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. താഴെത്തട്ടിൽ പണം പിരിക്കുന്നത് തന്നെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ്. ഈ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും വരുന്നത് മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള 1-2 വാഹനത്തിലല്ല, വാർഡ് തലത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 50 കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തുണ്ടാകും. കേൾക്കുമ്പോൾ നമുക്കറിയാം 25 മുതൽ 100 പേര് വരെ പങ്കെടുക്കുന്ന വാർഡുകളുണ്ട്. അപ്പോ ഒരു വാർഡിൽ നിന്ന് 50 പേരെ പങ്കെടുപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് 5000 കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാക്കി ഇതിനെ മാറ്റാൻ സാധിക്കും. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് BR വിജയൻ അധ്യക്ഷനായി. KPCC സെക്രട്ടറി MR രാമദാസ്, CO ജേക്കബ്, ജോസ് വള്ളൂർ, CN ഗോവിന്ദൻകുട്ടി എന്നിവർ സംസാരിച്ചു.
സദ്ഗുരു മഹർഷി മലയാള സ്വാമിയുടെ 129ാം ജയന്തി ദിനം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം ശ്രീനാരായണ സാഹിത്യ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. മഹർഷി മലയാള സ്വാമി ഗുരുകുലം ട്രസ്റ്റ് പ്രസിഡന്റ് പരബ്രഹ്മാനന്ദഗിരി സ്വാമി അധ്യക്ഷനായി. പെരിങ്ങോട്ടുകര ശ്രീനാരായണ ആശ്രമ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ, കുണ്ടലിയൂർ നാരായണ ഗുരുകുലത്തിലെ സ്വാമി ശാന്താനന്ദ തീർത്ഥ, കുമാരൻ പനച്ചിക്കൽ, TKD മുഴപ്പിനാട് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം തായ്നഗർ കണ്ടനാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അഭിഷേകം, പന്തിരടി പൂജ, എഴുന്നള്ളിപ്പ്, ദേവിക്ക് കളമെഴുത്തും പാട്ടും, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, വർണ്ണമഴ, തായമ്പക, ഗാനമേള എന്നിവ നടന്നു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. വൈകിട്ട് 4-ന് വഴിയമ്പലം ഐരൂർ ക്ഷേത്രത്തിൽ നിന്നും വിവിധ താളവാദ്യമേളങ്ങളോടും താളങ്ങളോടും കൂടി വിഗ്രഹഘോഷയാത്ര പുറപ്പെട്ടു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഭദ്രദീപം തെളിയിച്ചു. ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രി വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നൈന കൊച്ചുതാമി തറയിൽ നിറപറ സമർപ്പണം നടത്തി. തറയിൽ കൊച്ചുരാമൻ വാസുദേവൻ, ജയറാം പുല്ലാർക്കാട്ട്, ബൈജു ചന്ദ്രൻ നെല്ലിക്കത്തറ, TM നടേശൻ, ഡോക്ടർ EP ജനാർദ്ദനൻ, ശാരദ ചന്ദ്രൻ, ബ്രഹ്മശ്രീ CK നാരായണൻ കുട്ടിശാന്തി എന്നിവർ സന്നിഹിതരായിരുന്നു. വൈക്കം വിജയകുമാറാണ് യജ്ഞാചാര്യൻ. യജ്ഞം 30-ന് സമാപിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ദർശനം നടത്താൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ ആഴ്ച മാസവും വർഷവുമായി മാറിയിരിക്കുന്നു. എങ്കിലും ഈ ദേവാലയത്തിൽ വന്ന് തൊഴാനും വളരെ ഹൃദയബന്ധമുള്ളവരെ കാണാനും വിശേഷിച്ചും എൻ്റെ ജ്യേഷ്ഠന്മാരായിട്ടുള്ള നാരായണൻകുട്ടി ശാന്തി അതുപോലുള്ള പല മഹാത്മാക്കളെയും ഒരുമിച്ച് കാണാൻ എനിക്ക് ഭഗവാൻ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നു. ഈ വിശിഷ്ട കൃത്യം നിർവഹിക്കുന്നതിന് പ്രധാന വാർത്തകൾ വീണ്ടും. രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്രയോടനുബന്ധിച്ച് കോൺഗ്രസ് മതിലകത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് LDF SN പുരം പള്ളിനടയിൽ പൊതുയോഗം നടത്തി. ചന്ദ്രാപിന്നി ഈസ്റ്റ് ഉപ്പുംതുരുത്തി കടവിൽ കടത്ത് നിലച്ചിട്ട് 1 മാസം, നാട്ടുകാർ ദുരിതത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.